$210 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഗോൾഡിൽ ഒരു സ്കാൽപ്പിംഗ് എൻട്രി മോഡലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. 1 മിനിറ്റിൽ ഉണ്ടായിരുന്ന ഒരു എൻട്രി എക്സിക്യൂഷൻ എങ്ങനെ എടുത്തുന്നുള്ളത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ഓവറോൾ ട്രെൻഡ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രീവിയസ് ഡേ FOMC ഡാറ്റ റിലീസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡേ ആയിരുന്നു. സോ FOMCയിൽ നമുക്കറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു ബുള്ളി സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റിന്റെ ഒരു പ്രീവിയസ് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു അപ് ട്രെൻഡോട്ട് മാർക്കറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ലോവർ ലോസും ലോവർ ഹൈസും വെച്ചിട്ടാണ് മാർക്കറ്റ് ഫാൾ ആയിട്ടുണ്ടായിരുന്നത്. സോ പ്രീവിയസ് ഡേ FOMC റിലീസ് ആയപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പുതുതായിട്ടൊരു ഹൈ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് FOMC ഡേ ആണ്. സോ ഇന്നത്തെ ഒരു പ്രൈസ് ഡെലിവറി നോക്കുന്ന സമയത്ത് തന്നെ ഏഷ്യൻ മാർക്കറ്റ് വന്ന സമയത്ത് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ലണ്ടൻ അത് കറക്റ്റും ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 4 അവർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള SNR ലെവലിലോട്ട് അവിടെ എൻട്രി ഉണ്ടായിരുന്നു എടുക്കാതിരുന്നത് ലണ്ടൻ മാർക്കറ്റ് ആയതുകൊണ്ടാണ്. സോ ന്യൂയോർക്കിൽ വരുന്ന സമയത്ത് അപ്പത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ബൈ സൈഡിലോട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ന്യൂയോർക്ക് മാർക്കറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു കറക്ഷൻ ഫോം ചെയ്യുന്നു. കറക്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് 50 മിനിറ്റ്സ് ആണ് നമ്മൾ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്ത ലോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്ന് ഈ ഒരു താഴത്തുള്ള ലോ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു SNR ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു ലെവൽ ഈ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. SNR നല്ല രീതിക്ക് ഗോൾഡിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ രണ്ടാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കണ്ടിന്യൂഷൻ ലെവലായിരുന്നു. സോ ബോഡി ബ്രേക്ക് ചെയ്ത ലെവൽസ് ആണ് ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യാറ്. ഇങ്ങനെ വന്ന സമയത്ത് ഇനി പ്രൈസ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റ് എൻട്രി മോഡൽസ് ആണ്. സോ 1 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് വേണ്ട നമുക്ക് കറക്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ വന്ന് ജസ്റ്റ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്ത് ഇനി നമുക്ക് റിവേഴ്സൽ തരണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഫോം ചെയ്യുക. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ അപ് ട്രെൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഹയർ ഹൈസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു ഹൈ എന്താവാം. ഓക്കെ, ഓൾറെഡി നമ്മുടെ 50 മിനിറ്റ്സ് ഈ ഒരു കണ്ടിന്യൂഷൻ ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം എന്നുള്ളതാണ്. സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ ഒരിക്കലും വന്നില്ല. കാരണം എന്താ, ഇവിടെ ലോവർ ലോസ് തന്നെ. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചു, ഈ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ലോവർ ഹൈ ആണ്. നമുക്കിനി ഒരു ഹയർ ഹൈ ഫോം ചെയ്യണം. സോ ഹയർ ഹൈ എങ്ങനെ ഫോം ചെയ്താൽ, ഓക്കെ, ഇവിടെ ഈ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത സമയത്ത് പിന്നീട് നമ്മൾ വാച്ച് ചെയ്ത ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിനോടൊപ്പം തന്നെ പിന്നെ ഞാൻ നോക്കുന്നത് SNR ലെവൽസ്. ഇനി ഞാൻ TP വെക്കുന്നതോ ഏഷ്യൻ ഹൈയിലോട്ടാണ്. പ്രീവിയസ് ഡേ ഏഷ്യൻ ഹൈ ആണ്, ഇന്നത്തെ ഏഷ്യൻ ഹൈ ആണ്. ഈ ഒരു 92 ലെവലിലോട്ടാണ് ഞാൻ TP വെക്കുന്നത്. സോ ഇവിടെ നിന്നാണ് എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 1 മിനിറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവൽ തന്നെയാണ് എൻ്റെ TP ഉണ്ടായിരുന്നത്. സോ നോക്കാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ചെറിയ SL ആണ്. എൻ്റെ ചെറിയ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അറൗണ്ട് ഒരു 1:3 മുകളിലോട്ടുള്ളത്. സോ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ടാർഗറ്റ് അടിച്ചു. ഇതായിരുന്നു